ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 16 വെള്ളി കൊച്ചു കൊച്ചു മലയാള സിനിമകൾ നാളെ കുറേ എണ്ണം തിയേറ്ററിലെത്തുന്നുണ്ട്. നേരത്തെ ടോവിനോ തോമസിന്റെ നരിവേട്ട നാളെ മെയ് 16 റിലീസിംഗ് തീരുമാനിച്ചിരുന്നതാണ്. പിന്നീട് മെയ് 23 മാറ്റുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജലിനെ മെയ് 23 മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും നാളെ തിയേറ്ററിലെത്തുന്നത് 6 മലയാള സിനിമകളും ഒരു തമിഴ് സിനിമയുമാണ്. മാത്യു തോമസ് നായകനെ ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ലൗലി എന്ന 3D ചിത്രം നാളെ തിയേറ്ററിലെത്തുകയാണ്. മനോജ് കെ ജയൻ, ഉണ്ണിമായ പ്രസാദ്, ബാബുരാജ്, പ്രശാന്ത് മുരളി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. സംവിധായകൻ ദിലീഷ് കരുണാകരൻ തന്നെയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ആഷിഖ് അബുവാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിട്ടുള്ളത്. കിരൺദാസാണ് എഡിറ്റിംഗ്. വിഷ്ണു വിജയ്, ബിജി ബാൽ എന്നിവർ ചേർന്ന് സംഗീതം പകരുന്നു. സഹീർ അലി സംവിധാനം ചെയ്യുന്ന എ ഡ്രാമാറ്റിക് ഡെത്ത് എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. ആശിർഫ് മള്ളിശ്ശേരി, കെ സാജൻ, റഫീഖ് ചൊക്ലി, ഷൈലജ പി അമ്പു എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ അണിനിരന്നിട്ടുള്ളത്. നൂറുദ്ദീൻ ബാവ ഛായാഗ്രഹണവും അബു താഹിർ എഡിറ്റിംഗും നിർവഹിക്കുന്നു. മധുപാലാണ് ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. രാജേഷ് രവി തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന സംശയം എന്ന സിനിമയാണ് നാളത്തെ മൂന്നാമത്തെ റിലീസ്. വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, ലിജോ മോൾ ജോസ്, പ്രിയംവദ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. മനീഷ് മാധവൻ ഛായാഗ്രഹണവും ലിജോ പോൾ എഡിറ്റിംഗും നിർവഹിക്കുന്നു. ഹിഷാം അബ്ദുൾ വഹാബാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. ജസൻ ജോസഫ് തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന രാസ എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. കൈലാഷ്, മിഥുൻ നളിനി, ജിപ്സ ബീഗം, ജസൻ ജോസഫ് എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. നവാഗതരായ വിജേഷ് ചെമ്പിലോട്, ഗിർഷി സുരേഷ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയാണ് ഒരു വടക്കൻ പ്രണയപർവം. നാളെ മെയ് 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ഈ സിനിമയ്ക്ക് വിജേഷ് ചെമ്പിലോടാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ശബരീഷ് വർമ്മ, സൂരജ് സെൻ, ദയാന ഹമീദ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. പ്രമോദ് കെ പിള്ളയാണ് ഛായാഗ്രഹണം. എഡിറ്റിംഗ് താഹിർ ഹംസ. നാളെ മെയ് 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന 6ാമത്തെ മലയാള സിനിമയാണ് ബാക്ക് ബെഞ്ചേഴ്സ്. ചിത്രം നിർമ്മിച്ച് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് സുജിത് മേനോനാണ്. മിഥുൻ, ജിഷ്ണു വിശ്വനാഥ്, നിമ്മി കുഞ്ഞുമോൻ, ജെക്കോ ജോർജ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നാളെ മെയ് 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് മാമൻ. സൂര്യ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഈ സിനിമയിൽ രാജ്കിരൺ, സ്വാസിക, ബാലശരവണൻ, ബാബ ഭാസ്കർ, വിജയ് ചന്ദ്രശേഖർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ദിനേശ് പുരുഷോത്തമനും എഡിറ്റിംഗ് ഗണേഷ് ശിവയുമാണ്. മലയാളിയായ ഹിഷാം അബ്ദുൾ വഹാബാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയ്ക്ക് പുതിയ സിനിമകളൊന്നും ഭീഷണിയാവില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ വാരത്തിലായാലും ഈ വാരത്തിലായാലും നിലവിലെ സൂചനകൾ വ്യക്തമാക്കുന്നത്. തരൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 തിയേറ്ററിലെത്തിയ ഈ സിനിമ 200 കോടി ക്ലബിൽ എത്തപ്പെട്ട് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രം 20ാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 1,89 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ആദ്യ 20 ദിവസം കൊണ്ട് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 101,89 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 17 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 202 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ 20 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 211 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 21ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 1.5 കോടി റേഞ്ചിൽ തന്നെയാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 21 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 103 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 21 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 214 കോടിക്ക് മുകളിലുമാണ്. തുടരും സിനിമ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി തന്നെയാണ്. ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ നവാഗതനായ ബിൻഡോ സ്റ്റീവൻ സംവിധാനം ചെയ്ത ഈ സിനിമ ദിലീപിന്റെ 150ാം സിനിമ കൂടിയാണ്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, റാണിയ റാണ, സിദ്ദീഖ്, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, ഉർവശി, മഞ്ജു പിള്ള, ജോസുകുട്ടി ജേക്കബ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 5 കോടി 18 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 6ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 82 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 6 കോടി 7 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇന്ന് 7ാമത്തെ ദിവസമായ വ്യാഴാഴ്ചയിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 65-70 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 6 കോടി 80 ലക്ഷം റേഞ്ചിൽ എത്തിച്ചേരുന്നതാണ്. സിനിമയുടെ ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10-10.5 കോടി റേഞ്ചിലാണ്. ഷറഫുദ്ദീൻ, സുരാജ് പഞ്ഞാറമൂട് എന്നിവർ പ്രധാന താരങ്ങളെയും നവാഗതനായ മനു സ്വരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഇക്കഴിഞ്ഞ മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പടക്കളം. ചിത്രം 7ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരള കളക്ഷനായി 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ കേരള കളക്ഷൻ 3 കോടി 61 ലക്ഷം രൂപയുമാണ്. 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 50 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് 4 കോടി 10, 4 കോടി 20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ GCC ഗൾഫ് രാജ്യങ്ങളിലെ റിലീസും യൂറോപ്പ് ഉൾപ്പെടെ ഓവർസീസ് രാജ്യങ്ങളുടെ റിലീസും ഇന്നായിരുന്നു. നാളെയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആസിഫ് അലി നായകനെ തമർ കെ ബി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് സർക്കിട്ട്. ചിത്രം 7ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 14 ലക്ഷം രൂപയാണ്. ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1 കോടി 75 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 7 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 2 കോടി 22 ലക്ഷം രൂപയുമാണ്. അതേസമയം 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ 14-15 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. ആദ്യ 8 ദിവസം കൊണ്ട് 1 കോടി 90 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്.
ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.